തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിയപ്പോൾ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് മുനമ്പം വിഷയത്തിലെ വി.ഡി. സതീശന്റെ ഇരട്ടത്താപ്പ്. വഖഫ് ഭൂമിയാണെന്ന മുസ്ലിം ലീഗ് നിലപാടിനെ തള്ളിപ്പറയാതെയാണ് സതീശൻ സമരപ്പന്തലിലെത്തി മുനമ്പം നിവാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാകുമെന്ന സതീശന്റെ അവകാശവാദം കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുന്നതായി മാറുകയും ചെയ്തു. മുനമ്പത്തേത് അതിസങ്കീർണമായ ഭൂമി പ്രശ്നമാണെന്ന് അറിയാത്തയാളല്ല വി.ഡി. സതീശൻ. 1971 പറവൂർ സബ് കോടതി വിധിയും 75 ഹൈക്കോടതി വിധിയും വിവാദ ഭൂമി വഖഫാണെന്ന് തന്നെയായിരുന്നു. 2 സുപ്രധാന ഉത്തരവുകൾ നിലനിൽക്കെയാണ് മുനമ്പം സ്വദേശികൾ കിടപ്പാടത്തിനും ഭൂമിക്കും വേണ്ടി സമരം ആരംഭിച്ചത്. ആ സമരപ്പന്തലിലെത്തിയ സതീശൻ തൽക്കാലത്തേക്ക് സമരക്കാരെ സന്തോഷിപ്പിക്കാൻ ഒരു തെറ്റായ പ്രസ്താവന നടത്തുകയായിരുന്നു. അത് ഞങ്ങൾ നിയമപരമായ പരിശോധനകൾ നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് വഖഫ് അല്ല എന്ന് പറഞ്ഞു. നിങ്ങളിത് നീട്ടിക്കൊണ്ടു പോകരുത്, ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കോടതി വിധികളുടെ ഗൗരവമറിയുന്ന അഭിഭാഷകൻ കൂടിയായ സതീശൻ തെറ്റായ കാര്യം പറഞ്ഞ് സമരക്കാരെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് വ്യക്തം. UDFന്റെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ തള്ളിപ്പറയാതെയാണ് സതീശൻ സമരപ്പന്തലിലെത്തി നാടകം കളിച്ചത്. ലീഗ് നേതാവ് KPA മജീദ് നിയമസഭയിൽ 2022 ഡിസംബർ 12 നടത്തിയ പ്രസംഗമാണിത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും അവിടെയുള്ളവർ കയ്യേറ്റക്കാരാണെന്നും മജീദ് പ്രസംഗിച്ചത് സതീശൻ സഭയിലുള്ളപ്പോൾ തന്നെ. 2115/1950 നമ്പർ വഖഫ് ആധാരപ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസ് രേഖകളുണ്ട്. ഇത് വഖഫ് ഭൂമിയായതിനാൽ മുത്തബല്ലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബല്ലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട്. പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരിക്കെ വഖഫ് ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവാണിത്. ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡിന്റെ CEOയെ ചുമതലപ്പെടുത്തുന്ന ഉത്തരവാണിത്. ഇതിനിടെ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ സർക്കാർ നടപടി തുടങ്ങിയിരുന്നു. 2ാം പിണറായി സർക്കാർ ഭൂ ഉടമകളിൽ നിന്ന് കരമീടാക്കാൻ തീരുമാനിച്ച് ഉത്തരവിറക്കി. എന്നാൽ ഇതിനെതിരെ വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ച് സർക്കാർ തീരുമാനം റദ്ദാക്കി. കോടതിയെ സമീപിച്ച വഖഫ് സംരക്ഷണ സമിതി സെക്രട്ടറി ഉമ്മൻചാണ്ടി ഭരണകാലത്ത് കോൺഗ്രസ് വഖഫ് ബോർഡ് അംഗമാക്കിയ ആളാണ്. ചുരുക്കത്തിൽ സങ്കീർണമായ ഭൂപ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നടത്തുന്ന തീവ്രശ്രമം ഒരു വശത്തും മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ എന്ന് വാദിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം മറുവശത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുമ്പോഴാണ് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന സതീശൻ്റെ അവകാശവാദം. ആദ്യം ഘടകകക്ഷിയായ ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പറഞ്ഞു ബോധ്യപ്പെടുത്താനാവാത്ത കാര്യമാണ് സർക്കാരിനെ പഴിച്ച് നേട്ടമുണ്ടാക്കാൻ സതീശൻ മുനമ്പത്ത് ശ്രമിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.